ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സൂസൻ. ഞാൻ പാമ്പാടിയിൽ നിന്ന് വരുന്നു. ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് December 3, 2023 ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ CPT എക്സാം, അത് മെഡിക്കൽ കോഡിംഗ് എക്സാമിൻ പാസ്സായ സാക്ഷ്യം പറയാനാണ്. ഞാനൊരു അധ്യാപികയായി 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു. എന്നാൽ രോഗാവസ്ഥയിൽ ഞാൻ ആ ജോലി റിസൈൻ ചെയ്യുകയും പിന്നീട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായാണ് എൻ്റെ രോഗസൗഖ്യമൊക്കെ ഉണ്ടായത്. അത് ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ രേഖപ്പെടുത്തിയതാണ്. 7 വർഷമായി കേറ്ററ്റ് എന്ന എക്സാം എഴുതി പാസ്സാകാത്ത ഞാനാണ്. അതായത് കേരള എക്സാം കഴിവ് ഉണ്ടായിട്ടല്ല, അതായത് കുറച്ച് മാർക്കുകൾക്ക് ഒരു 2-3 അല്ലെങ്കിൽ മാക്സിമം 5 മാർക്ക് കിട്ടാതെയാണ് ഞാൻ 7 കേറ്ററ്റ് എക്സാമും, അത് എനിക്ക് കറക്റ്റ് അറിയില്ല എത്ര ഞാൻ കേറ്ററ്റ് എക്സാം എഴുതിയെന്ന്. അതുപോലെ ഞാൻ എക്സാം 7 വർഷവും എഴുതിയിട്ടുണ്ട്. എന്നെയാണ് പരിശുദ്ധ മാതാവ് ഉടമ്പടിയിലൂടെ ഒരു US എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സഹായിച്ചത്. അത് ആദ്യം മുതൽ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഉടമ്പടിയിലൂടെയാണ് എനിക്ക് ഒരു പുതിയ പ്രൊഫഷൻ എനിക്ക് മാതാവ് തിരഞ്ഞെടുത്ത് തന്നത്. ഞാൻ ഈ എക്സാം ഡേറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്ക് അമ്മ തന്നെ ഒരു ഡേറ്റ് എടുത്ത് തരണം, അത് എന്നാണ് അമ്മ തന്നെ എന്നോട് പറയണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി December 1 ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കും, അത് ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടും, അപ്പോൾ തന്നെ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കും. അങ്ങനെ അന്ന് രാവിലെ ഞാനൊരു സാക്ഷ്യം കേൾക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു ചേച്ചി OET എക്സാമിന് ഡേറ്റ് അമ്മയോട് ചോദിച്ചിട്ട് അമ്മ അത് December 24 കൊടുത്തു. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു 25 ഈശോയുടെ ജനനത്തിൻ്റെ അന്ന് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആ റിസൾട്ട് തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ആ December 1 ഒരു വർഷം മുമ്പുള്ള ആ സാക്ഷ്യം അന്ന് എനിക്ക് അമ്മ അത് എടുത്തു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് തന്ന ഡേറ്റ് ആണെന്ന്. അങ്ങനെ ഞാൻ December 24 തന്നെ ഡേറ്റ് എടുത്തു. അതൊരു ട്യൂസ്ഡേ ആയിരുന്നു. അങ്ങനെ 24 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഞാൻ പഠിച്ചതിലും കൂടുതലായി ഞാൻ പ്രാർത്ഥിച്ചു. കാരണം അമ്മ എടുത്തു തന്നാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കാൻ തക്കവണ്ണം അമ്മ തന്നത് അനേകരോട് പറയാൻ തക്കവണ്ണം അത് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ട്രിവാൻഡ്രത്തായിരുന്നു എക്സാമിന് 3 ദിവസം മുമ്പ് ഈ കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ലൂസ് മോഷനും അതുപോലെ തന്നെ പനി, വൊമിറ്റിങ്ങും എല്ലാം ആയിരുന്നു. ഭയങ്കരമായൊരു വിഷമത്തിലൂടെയാണ് കടന്നു പോയത്. എന്നാലും ഒരു മരുന്നായിട്ട് ഒന്നും ഞാൻ മേടിച്ചില്ല. കുഞ്ഞിന് പരിശുദ്ധ മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും കൊടുത്താണ് അവൾക്കത് സുഖപ്പെട്ടത്. അന്ന് തന്നെ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പോകേണ്ടി വന്നു എക്സാമിന്. അത് എൻ്റെ ഇവിടെ വരാൻ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് കുഞ്ഞിന് വയ്യാത്തത് കൊണ്ട് ആരുമില്ലായിരുന്നു. എന്നാൽ പോയ വഴിയിലെല്ലാം മാതാവിൻ്റെ കൂടെ ഇരുന്നു. എക്സാം ഹോളിലോട്ട് കയറിയപ്പോഴും ഞാൻ പറഞ്ഞു മാതാവിൻ്റെ കൂടെ ഇരിക്കണമെന്ന്. അത് അമ്മേനെ കണ്ടില്ലെങ്കിലും അമ്മയുടെ പ്രസൻസ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കമ്പ്യൂട്ടറിൽ പാസ് എന്ന് ഞാൻ കുറേ വട്ടം കണ്ടു. അപ്പോൾ എനിക്കത് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഉപ്പ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ തൈലം കൊണ്ട് എൻ്റെ കണ്ണിൻ്റെ 2 മുകളിലും കുരിശ് വരച്ചു, നെറ്റിയിലും കുരിശ് വരച്ചിരുന്നു. അതുപോലെ തന്നെ ആ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവിടുത്തെ ഇൻവിജിലേറ്റർ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടില്ല. അതിൻ്റെ കഴുത്തിലൊരു കാശ് രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് വേണം. അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചൊരു കാശ് രൂപം തന്നിരുന്നു. ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ വന്നിരുന്നു എക്സാമിന് 2-3 ദിവസം മുമ്പ്. അപ്പോൾ അത് ഞാൻ ആ കുന്തയിൽ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് വേണം, ഇതെനിക്ക് കയറ്റണമെന്ന്. അപ്പോൾ അതിനോട് പറഞ്ഞു ഓക്കെ, കയ്യിൽ മുറുക്ക് പിടിച്ചോ. കാരണം ഫുൾ ക്യാമറയാണ്, 4 മണിക്കൂർ എക്സാമാണ്, ഫുൾ ക്യാമറയാണ്. അപ്പം അവരത് കാണരുത്, കണ്ടാൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതെൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ കൊന്ത വെച്ചുകൊണ്ട് തന്നെ എക്സാം എഴുതാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് നല്ല പേഴ്സൻറ്റേജിലോട് തന്നെ 25 ഈശോയുടെ ജനന ദിവസം തന്നെ രാവിലെ 3 മണിക്ക് തന്നെ റിസൾട്ട് വരാനും നല്ല മാർക്കോടുകൂടെ പാസ്സാകാനും സാധിച്ചു. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് മൈ മെറിറ്റ് ബട്ട് ഗോഡ് ഗ്രേസ്. അത് ലോകം മുഴുവൻ ഞാൻ വിളിച്ചു പറയുകയാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാലും നമുക്ക് നല്ലൊരു ഉയർച്ച, അത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും പരിശുദ്ധ അമ്മ ഈശോയോട് നമുക്ക് മേടിച്ചു തരും. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിന് എപ്പോഴും അസുഖങ്ങളായിരുന്നു. എന്നാൽ വിശുദ്ധ തൈലത്തിലൂടെയും
തേനിലൂടെയും ഉപ്പിലൂടെയും എല്ലാം അവൾക്ക് ഒത്തിരി സൗഖ്യം കിട്ടി. അതുപോലെ അവൾക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ യൂറിൻ പോകുന്ന ഒരു ഇതായിരുന്നു. അവൾക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. എന്താണെന്ന് അസുഖം ഒന്ന് ഹോസ്പിറ്റലൊന്നും കാണിച്ചില്ല. ഞാൻ പറഞ്ഞു, അമ്മ ഇതിവിടെ സാക്ഷ്യം പറയാൻ തക്കവണ്ണം എന്നെ ഇടയാക്കണം. അത് ഞാൻ ഉപ്പ് വെള്ളത്തിൽ എന്നും കലക്കി കൊടുക്കുമായിരുന്നു. അതിലൂടെ അതിനും അവൾക്ക് പൂർണ്ണ വിടുതൽ കിട്ടി. അതുപോലെ ഉടമ്പടിയിൽ വെക്കാത്ത ഒത്തിരി രോഗസൗഖ്യങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. എൻ്റെ അണ്ടർ ആംസിലൊരു ചെറിയൊരു സിസ്റ്റ് പോലെ വന്നു. പക്ഷേ അതെനിക്ക് കൈ പോലും പൊക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ 5 ദിവസം ഞാൻ പറഞ്ഞു, മാതാവേ അതും എനിക്ക് സാക്ഷി ഞാൻ പെടുത്തിക്കോളാം, എനിക്കത് സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചു. അതും ഉപ്പ് ഉപയോഗിച്ചും തേനും തൈലം ഉപയോഗിച്ചും അതും പെട്ടെന്ന് തന്നെ ചുങ്ങിപ്പോയി. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ഓഗസ്റ്റ് മാസമാണ് അവിടെ ഇങ്ങനെ ഒരു സ്കിൻ പ്രോബ്ലം വന്നു ഈ ഭാഗത്തായിട്ട്. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്നത് ഈ ഓഗസ്റ്റ് മാസമൊക്കെ സോറിയാസിൻ്റെ സമയമാണെന്ന് തോന്നുന്നു. അതുപോലെ സാക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഇത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം, ഇതെനിക്ക് മാറ്റി തരണേന്ന് പറഞ്ഞു. ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ചൊറിച്ചിൽ നിന്നിട്ട് ആ സ്കിൻ ഇങ്ങനെ ഇളകി പോകുന്നത് പോലെയായിരുന്നു. എന്നാലും അതും വിശുദ്ധ തൈലത്തിൽ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അതും എനിക്ക് സൗഖ്യം കിട്ടി. ഉടമ്പടിയിലൂടെ എനിക്ക് ദൈവം ഒരു പുതിയ ജീവിതമാണ് തന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എന്നും ഞാൻ ഒരു കാത്തലിക് ആണെങ്കിലും യാക്കോബൈറ്റിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു ഉടമ്പടിക്ക് ശേഷം എന്നും രാവിലെ ഒരു അടുത്തുള്ള ആർസി പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനും എല്ലാം ഈ ഉടമ്പടിയിലൂടെയാണ് അതെല്ലാം എനിക്ക് സാധിച്ചത്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും ഞാൻ കേൾക്കും. അത് ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടും. അതിൻ്റെ കൂടെ ഒരു സാക്ഷ്യം ഇടും. 6 മണിക്ക് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിലൂടെ എനിക്ക് അതിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഇടുന്നതിലൂടെ ഒത്തിരി രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ അന്ന് ഓരോ ദിവസം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതെനിക്ക് എന്നും ഭയങ്കര അച്ഛൻ എന്നോട് സംസാരിക്കുന്ന പോലെ പല ദിവസങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളും ചോറുപൊതി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും ചിൽഡ്രൻസ് ഹോമിലൊക്കെ പോകാറുണ്ട്. അവർക്ക് വേണ്ടി അവരോട് കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ സഹായിക്കാറുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഈ മാസം പ്രത്യക്ഷീകരണത്തിൻ്റെ ഡേറ്റ് ഇട്ട് ഞാൻ 5 കെട്ട് പത്രം ആദ്യം ഞാൻ മേടിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു 26 പുതുക്കലായിരുന്നു. അന്ന് ഞാൻ വന്ന് 2 കെട്ടുകൂടെ മേടിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞ് 7 കെട്ട് പത്രം ഈ മാസം മേടിച്ചു കൊടുത്തു. എല്ലാ മാസവും ഞാനിവിടെ വന്ന് പേപ്പർ മേടിച്ച് എല്ലായിടത്തും കൊണ്ട് കൊടുക്കാറുണ്ട്. ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്, വീടുകൾ, അങ്ങനെ ഞാൻ എവിടെ പോയാലും പത്രം ഇല്ലെങ്കിൽ പോലും ഞാൻ കൃപാസനത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. സങ്കീർത്തനങ്ങൾ 41:12 എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. സൂസൻ തോമസ് എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട് ഉടമ്പടിയോടുള്ള വിശ്വസ്തത എത്ര അധികമാണെന്ന്. ഉടമ്പടി എടുത്ത നാൾ മുതൽ അത് പ്രാർത്ഥനയാവട്ടെ, പ്രവൃത്തികളാവട്ടെ, നേർച്ചവസ്തുക്കളുടെ ഉപയോഗമാവട്ടെ, ഓരോന്നും സന്തോഷത്തോടെ വിശ്വാസത്തോടെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പരിശുദ്ധ കൃപാസന മാതാവിൽ പൂർണ്ണമായി ആശ്രയിച്ച് മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, കേറ്ററ്റ് എക്സാം 7 തവണ എഴുതിയിട്ടാണ് ജയിച്ചത്. എൻ്റെ കഴിവ് എത്ര കുറവുള്ളതാണ്, എൻ്റെ ഓർമ്മശക്തി എത്ര കുറവുള്ളതാണ്, എനിക്ക് ഒരു പരീക്ഷയിൽ എക്സൽ ചെയ്യുവാൻ എന്തുമാത്രം പാടാണ് എന്നൊക്കെ എൻ്റെ തോൽവിയിലൂടെ ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയാണ്. എന്നാൽ UX നടത്തുന്ന, അമേരിക്കയിൽ നടത്തുന്ന ആ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന പരീക്ഷ എഴുതുവാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഒരിക്കലും അതിൻ്റെ ടെൻഷൻ അനുഭവിച്ചില്ല. അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ പരീക്ഷയുടെ ചോദ്യത്തിനും ഞാൻ നേരിടുമ്പോൾ അമ്മ മാതാവിൻ്റെ അച്ഛൻ ആശീർവദിച്ചു തന്ന കാശുരൂപം സൂക്ഷിച്ച ജപമാല ആ ഇൻവിജിലേറ്ററിൻ്റെ സഹായം കൊണ്ട് എൻ്റെ കയ്യിൽ ഒതുക്കി പിടിച്ച് ഞാൻ ഓരോ പരീക്ഷയുടെ ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴും അവിടെ പാസ്സെന്ന് ഞാൻ ആ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതവിടെ അച്ചടിച്ച് വന്നതല്ല, മറിച്ച് എൻ്റെ കണ്ണുകളിൽ അമ്മ മാതാവ് തെളിച്ചു തന്ന എൻ്റെ റിസൾട്ടാണ് പാസ്സെന്ന്. എന്നാൽ ആ പരീക്ഷ എഴുതുവാൻ പോയ ദിവസങ്ങൾ എത്രയോ പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. കുഞ്ഞിന് തീരെ സുഖമില്ലാതെ വല്ലാത്ത രീതിയിൽ കുഞ്ഞ് രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നത്. എങ്കിലും ഞാൻ മരുന്നിലല്ല ആശ്രയിച്ചത്, എൻ്റെ അമ്മ മാതാവിലാണ്. കുഞ്ഞിൻ്റെ തീവ്രമായ രോഗാവസ്ഥയിൽ മുഴുവനും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും
ഉടമ്പടി തൈലവും കൊടുത്തുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ ഞാൻ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചത്. അമ്മ മാതാവ് കുഞ്ഞിന് സൗഖ്യം നൽകി, എൻ്റെ പരീക്ഷയ്ക്ക് പൂർണ്ണമായ വിജയം നൽകി. എനിക്ക് ആ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനാവും വിധം എൻ്റെ സാഹചര്യങ്ങളെയൊക്കെയും ക്രമപ്പെടുത്തി നൽകി. പ്രിയമുള്ളവരെ, മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്. അവൻ്റെ കൃപയാലാണ് എനിക്ക് ഈ അനുഗ്രഹമൊക്കെ ലഭിച്ചത്, എൻ്റെ കഴിവ് കൊണ്ടല്ല. എപ്പോഴൊക്കെയാണോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തുവാൻ തയ്യാറാവുക, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി സന്തോഷത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുക, ആ ഓരോ അവസരത്തെയും ദൈവം മാനിക്കും. അമ്മ മാതാവ് നമുക്കത് അനുഗ്രഹത്തിലുള്ള വഴിയായി മാറ്റിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ വാക്കുകളിലൂടെ ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ ദൈവാനുഭവത്തെ നന്ദിയോടുകൂടി കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.